സാധാരണ ഞാൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. തുടങ്ങിയ പിന്നെ ജയിച്ചേ അടങ്ങി. രക്തം കൊണ്ട് എഴുതിയ കഥയാണിത്. മഷി കൊണ്ട് എഴുതാനാവില്ല. തുടരണമെങ്കിൽ വീണ്ടും രക്തം വേണ്ടിവരും. രണ്ട് കല്ലുറഞ്ഞുണ്ടാകുന്ന തീപ്പൊരി കാട്ടുതീയാകുന്ന പോലെ യുദ്ധത്തിൽ രണ്ടുപേർ തമ്മിലുള്ള സംഘർഷത്തിന്റെ തീപ്പൊരി ചുറ്റുമുള്ള എല്ലാം ചാമ്പലാക്കും. എന്താ അതിന് പറയാ? കൊളാട്രൽ ഡാമേജ്. സോ ജീവിതത്തിൽ ആർക്ക് കൈ കൊടുക്കുന്നു എന്നത് മുഖ്യം, ആരുമായി കൈ കോർക്കുന്നു എന്നത് മുഖ്യം, ആരുടെ കൈ കയറി പിടിക്കുന്നു എന്നത് ഏറ്റവും മുഖ്യം. ഒരു കാര്യം ഓർത്തു, യാത്ര ചെയ്യുന്നത് എന്റെ കൂടെ. നമ്മുടെ സഞ്ചാരം വൺ വേയിൽ കൂടിയാണ്. ഇവിടെ അപ്പുകളുണ്ട്, ഡൗണുകളുണ്ട്, വളവുകളുണ്ട്, ഡെഡ് എൻഡുകളുമുണ്ട്. പക്ഷേ നമ്മുടെ വേഗത അതൊരിക്കലും കുറയില്ല. സോ fasten your seat belts. May I come in? പുറപ്പെട്ടു. പക്ഷെ പോകുന്ന വഴി ഏതെന്ന് അവൻ അറിയില്ല. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും അറിയില്ല. അതിന്റെ അമാനുഷിക ചരിത്രത്തെപ്പറ്റിയും അവൻ അറിവുണ്ടായിരുന്നില്ല. വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ ആ സ്ഥലത്ത് ഒരു ഭ്രാന്തൻ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. മാരിമുകിൽ പോലെ പെയ്ത തീത്തുള്ളികളെവിടെ? കാലനവെന്ന മൃത്യുഞ്ജയനെവിടെ? ഉലകത്തിൽ തുടിച്ച ശൈവതാളം പോലെ അശാന്തിയുടെ മേൽ ഇളം കാറ്റായി വീശിയ ശാന്തി മന്ത്രം പോലെ ശനിശാപ ദുരിതം തീർക്കാൻ വന്ന അവതാര രൂപം പോലെ മണ്ണിനെ വിണ്ണാക്കാൻ വന്ന മഹാമാന്ത്രികനെവിടെ? വിധിയെ തോൽപ്പിക്കാൻ വന്ന വീരസാഹസികനെവിടെ? വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. ആവുന്ന ഇതിഹാസം പ്ലാൻ ചെയ്ത് ബ്ലൂ പ്രിന്റ് എടുക്കാനും സാധിക്കില്ല. അതിനൊരു തീപ്പൊരി വേണം. അന്ന് കാട്ടുതീ പടർന്നു. എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഹീറോ ആണോ? അല്ല, വില്ലൻ. അവനാര്?
എന്തിനിവിടെ വന്നു എന്നാലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. I want to see it. The stone, if it exists. എങ്ങോട്ടാണ് അവരെ പറഞ്ഞു വിടേണ്ടത്? എവിടെയാണ് ഈ വീരക്കല്ല്? എവിടെയാണ് ആക്ച്വൽ എൽ ഡൊറാഡോ? ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. അവർ KGF കൈയടക്കാൻ കാത്തിരിക്കുകയും അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല, മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി, ഹിയർ ഈസ് എ മാൻ ഹൂ കംസ് ഫ്രം ദാറ്റ് പവർഫുൾ പ്ലേസ്. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. KGF-നെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. അവസാന വരിയിലെ 6ാമത് കളിക്കാരൻ 11ാം നമ്പർക്കാരൻ ആക്കിച്ചിട്ടാണ് ബന്ധപ്പെടുന്നത്. എണ്ണം മികച്ച കാലടികാരനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അഞ്ചേരി ടീമിന്റെ അവസാന വരയിലെ അവസാന കളിക്കാരൻ അവനാണ് ബന്ധപ്പെട്ടത്. ചക്കരയ്ക്ക് ശേഷം ചക്കരയ്ക്ക് ശേഷം ഒറ്റയൊന്നാണെങ്കിൽ അവസാന വരയിലെ അവസാന ഒരു ചക്കരയ്ക്ക് ശേഷം ഉണ്ടെന്ന് അത്യന്തം വാശിയേറിയ മത്സരം